എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പൊളിയല്ലേ? ആ വണ്ടിയൊക്കെ കൊള്ളാം. പക്ഷെ ഇതെങ്ങനെയാടാ ചാർജ് ഒക്കെ വെക്കുവോ? നമ്മാണെങ്കിൽ ഏതുവരെ ലോങ് ഒക്കെ പോണതല്ലേ, ഇത് ചാർജ് വല്ലവന്റെ വീട്ടിൽ കയറി കുത്തിയുള്ള അവസ്ഥയായിരിക്കുമോ? അതാണ് മോനെ, ഇതിന്റെ അകത്ത് 4 ടൈപ്പ് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ടാ. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്ക് 4 തരത്തിലുള്ള വെഹിക്കിൾ ചാർജിങ് ഓപ്ഷനാണ് ഇതിലുള്ളത്. ഒന്ന് പോർട്ടബിൾ ചാർജിൽ നമുക്ക് വെഹിക്കിൾ ചാർജ് ചെയ്യാം. അത് നമുക്ക് 15-16 ആംപിയറിന്റെ പവർ പ്ലഗിൽ കുത്തി നമുക്ക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. പിന്നെ നമുക്ക് 7.2 kW AC ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റും അതും വീട്ടിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 3.3 AC ചാർജിങ് യൂണിറ്റ് അത് നമുക്ക് വീട്ടിൽ ഹോം ഇൻസ്റ്റാളേഷൻ ചാർജിങ് ചെയ്ത് തരും. നമ്മൾ വീടുകളിൽ നമുക്ക് പോർട്ടബിൾ ചാർജർ ഉപയോഗിച്ച് തന്നെ അതിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷനിലുള്ള DC ചാർജിങ് യൂണിറ്റിൽ നമുക്ക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സാറിന് ഇനി ലോങ് ഡ്രൈവിന് ചാർജിങ്ങിന്റെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എങ്ങനെയാ യാത്ര തുടങ്ങുമല്ലേ? കൊള്ളാലോ. എന്നാ പിന്നെ നമുക്ക് കൊടൈക്കനാലും ഇട്ടാലോ? എങ്ങനെ ഇപ്പൊ നീ കൊടൈക്കനാലിൽ പോകണ്ട? ഓക്കെ.